ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഞാൻ പോയപ്പോഴേ രക്തസാക്ഷികളുടെ ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ ഞാനൊരു പേര് കണ്ടു. അവസാന പേരുകാരൻ 2018 എന്ന് എഴുതി അലൻ ജോൺ ഷൗ എന്ന്, 27 വയസ്സുള്ള അമേരിക്കക്കാരൻ. ആ ചെറുപ്പക്കാരൻ നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷേ ഇവിടത്തുകാരനാണ്. ഈ അമേരിക്കയിൽ നിന്ന് ഒരു മിഷൻ കോൺഫറൻസിൽ ആത്മഭാരം തന്നെ കയറി ഒന്ന് തൊട്ടു. താൻ ഗൂഗിൾ ചെയ്തു, സുവിശേഷം എത്തടത്തടത്ത് ഞാൻ പോകുമെന്ന്. ഗൂഗിൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സെന്റിനൽ ദ്വീപ്. ഇവിടുന്ന് അവിടെ ചെന്നു. അവിടെ സഭയിൽ ചെന്നിട്ട് ആ കാര്യം അറിയിച്ചു. അവര് പറഞ്ഞ് അപകടം പിടിച്ചതാ, പോകാൻ പറ്റുകയില്ല. പക്ഷെ ഈ ചെറുപ്പക്കാരൻ നിർബന്ധിച്ചു. നേരെ സെന്റിനൽ ദ്വീപ് തടിച്ചെന്നു. ആദ്യ ആ യാത്രയിൽ തന്നെ അവർ അസ്ത്രം ചെയ്തു വിട്ടു. പേടിച്ച് തിരിച്ചു വന്നു. തന്റെ കൂടുള്ളവരെ കൊണ്ടുവന്നിട്ട് ആ രാത്രി ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു, അലൻ നീ തിരിച്ച് അമേരിക്കയ്ക്ക് പോകണം. അപകടകരമായ ഒരു തീരുമാനമായത്. അവർ കൊന്നുകളയും. അവര് ആരോടും മനുഷ്യരോട് സഹകരിക്കാത്തവരാണ്. അന്ന് രാത്രി അലൻ തന്റെ മാതാപിതാക്കൾക്ക് ഒരു ഡയറി കുറിപ്പ് എഴുതി. എന്താണെന്നറിയാമോ? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഞാൻ എന്റെ സഹജീവികളെ കണ്ടു. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഞാൻ നാളെ അവരിൽ ഒരാളായി മാറാൻ പോകുകയാണ്. ഇനി ഒരിക്കലും ഞാൻ അമേരിക്കയിലേക്ക് വന്നില്ലെന്ന് വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മറുകരയിൽ നമ്മൾ കാണും കേട്ടോ. അങ്ങനെ എഴുതിയ ഡയറി കുറിപ്പ് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം കുറെ തേങ്ങയുമായി ആ സെന്റിനൽ ദ്വീപിലേക്ക് പോകുകയാണ്. ദ്വീപിന്റെ തീരത്തെത്തിയ ബോട്ടിൽ നിന്ന് വലിയ 2 ചാക്ക് നിറയെ നാളികേരം വെള്ളത്തിലിട്ടിട്ട് വസ്ത്രം മുഴുവൻ അടിച്ചു മാറ്റി പൂർണ്ണ നഗ്നനായി. എന്തിനാണെന്നറിയാമോ? അവര് നഗ്നരായതുകൊണ്ട് അവരിൽ ഒരാളായി മാറാൻ. നാളികേരവുമായി സെന്റിനൽ ദ്വീപിലേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ, മരത്തിന് മറന്നിരഞ്ഞ ചെറുപ്പക്കാര് വിഷം പുരട്ടി അമ്പ് തൊടുത്തു വിട്ടു. അലന്റെ മാറ തുളച്ചു. ക്ഷണത്തിൽ പിടച്ചു വീണു. ബോഡി എടുക്കാൻ ചെന്നവർക്ക് നേരെ ആക്രമണം. ബോഡി എടുക്കാൻ പറ്റാതെ അവരും മാറി. ദൂരവിൽ നിന്ന് കണ്ട കാഴ്ച, മരിച്ചു വീണ അലനെ ആ മണ്ണിൽ തന്നെ അവർ കുഴിച്ചുകൂടി. ഇന്ത്യയും ലോകം മുഴുവനും പറഞ്ഞു, അലൻ ചെയ്ത തീരുമാനം തെറ്റാണ്. ഞാൻ അതിന്റെ ശരിയും തെറ്റുമല്ല പറയുന്നത്. എന്റെ ചോദ്യം, 27 വയസ്സുള്ള അലനെ, കുഞ്ഞെ, നിന്നെ ഈ മരിക്കാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന്. അമേരിക്കയുടെ സുഖം തേടി ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുമ്പോ ഈ അമേരിക്കയിൽ നിന്ന് നീ എന്തിനായി ഇന്ത്യയിലേക്ക് വന്നേ? നിന്നെ ചലിപ്പിച്ച ദർശനം എന്താ? അവൻ പറയും, നിത്യത, നിത്യത.